അരിയും മലരും കുന്തിരിക്കവും എടുത്തു വെച്ചോളിൽ നിന്റെയൊക്കെ കാലന്മാര് വരുന്നുണ്ട് എന്ന മതവിദ്വേഷ പ്രസംഗം നടത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു PFI. ആ PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. ആ SDPI ആണ് ഇപ്പോൾ കോൺഗ്രസിന് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ABC ഡിബേറ്റ് ഇന്ന് ചർച്ചയാക്കുന്നത് SDPIയുടെ ഈ പിന്തുണ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു എന്നാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ AP അഹമ്മദ്, അതോടൊപ്പം തന്നെ അശോക് കർത്ത, രാഷ്ട്രീയ നിരീക്ഷക അഞ്ജു പാർവതി പ്രബീഷ് എന്നിവരാണ്. ആദ്യം തന്നെ അശോക് കർത്തയിലേക്കാണ്. സാറേ, ഇതിപ്പം വലിയ രീതിയിൽ SDPIയുടെ ഈ ഒരു പിന്തുണ, കോൺഗ്രസിന് നൽകിയിരിക്കുന്ന ഈ ഒരു പിന്തുണയെ LDF അടക്കം വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഒപ്പം BJPയും ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദം ആക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം LDF കൺവീനറായ EP ജയരാജൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ വർഗീയ പ്രീണനവും അധപ്പതന നയവുമാണ് ഇത്തരം രീതിയിലുള്ള പിന്തുണകൾ അവർക്ക് ലഭിക്കുന്നത് എന്നാണ്. സാറിന്റെ പ്രതികരണം എന്താണ്? SDPI എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച കൊടിയും ചിഹ്നവും നൽകുന്ന ഒരു പാർട്ടിയാണ്. അത് അംഗീകൃത പാർട്ടി എന്ന് വേണം പറയേണ്ടത്. ബാക്കി അതിനു പുറമെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും നടത്തുന്ന ഡെക്കറേഷനുകൾ നമുക്ക് മാറ്റിവെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ CIA സമരത്തിലായാലും കാർഷിക സമരത്തിലായാലും ഇപ്പോൾ ഇന്ത്യ അലയൻസിൽ അവരുടെ പിന്തുണ കോൺഗ്രസിനൊപ്പമാണ്. അവര് തമിഴ്നാട്ടിൽ AIDMKക്ക് ഒപ്പം ഡിണ്ടിഗലിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയാണ് മത്സരിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥി. കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണിയിലും SDPI ഇതുവരെ എത്തിയിട്ടില്ല. ഒരു മുന്നണിയിൽ ചേരാത്ത കക്ഷി അതിൻ്റെ പിന്തുണ ഏതെങ്കിലും ഒരു കക്ഷിക്ക് കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇത് അടങ്ങിപ്പോകാനാണ് സാധ്യത. ഇനിയും SDPIയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ 2014-ലും 2019-ലും അവർ മത്സരിക്കുമ്പോൾ 2019-ലെ കണക്കനുസരിച്ചിട്ട് 1%-ലധികം വോട്ട് നേടിയ 2 മണ്ഡലങ്ങളെ SDPIക്ക് ഉണ്ടായിരുന്നുള്ളൂ, മലപ്പുറവും പൊന്നാനിയും. ഇപ്പൊ താങ്കൾ ഉദ്ധരിച്ച ആ മുദ്രാവാക്യം മുഴക്കിയ ആലപ്പുഴ ജില്ലയിൽ നോട്ടേക്കാളിലും താഴെയാണ്, 3000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മത്സരിച്ചത് പിന്നീട് കൊല്ലപ്പെട്ട ഷാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഇത് എന്തെങ്കിലും കാര്യമായ പ്രശ്നം വോട്ടിങ്ങിലോ രാഷ്ട്രീയത്തിലോ SDPIയുടെ പിന്തുണ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, അഹമ്മദ് മാഷെ, SDPIയുടെ പിന്തുണ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ ഒരു പിന്തുണ ഉണ്ടാക്കുന്നില്ല എന്നാണ് കർത്ത സാറ് പ്രതികരിച്ചത്. ഇതില് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു തീവ്രവാദ സംഘടനകളുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന്. അപ്പൊ കൃത്യമായിട്ട് VD സതീശൻ SDPIയെ ഒരു തീവ്രവാദ സംഘടന എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷെ അവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ VD സതീശന് ധൈര്യമില്ല. ഓക്കെ, നമസ്കാരം. ഈ SDPI UDFന് പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നതിനേക്കാളേറെ അപകടങ്ങൾ പരോക്ഷമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല കാരണങ്ങളുണ്ട്. സാറ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇവരാർക്കും പിന്തുണ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2 മുന്നണിക്കായി പരസ്യമായി പ്രവർത്തിക്കുന്നത്, ഞാൻ മലപ്പുറത്ത് ഇരുന്ന് രാഷ്ട്രീയം കാണുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി, സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പൊന്നാനിയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടിയാണ് വളരെ പരസ്യമായി അവരെ കൊണ്ടാവുന്ന എല്ലാ വിഭവങ്ങളും ശേഖരിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി, ഒരുപക്ഷെ പൊന്നാനിയിലൊക്കെ
യു ഡി എഫിനേക്കാളും ആത്മാർത്ഥമായി യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ട്. അപ്പോൾ മാറി മാറി മുന്നണികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മുന്നണികൾക്ക് വോട്ട് ചെയ്യുകയും മുന്നണികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സാറ് പറഞ്ഞതുപോലെ 1% വോട്ട് കിട്ടിയ 2 മണ്ഡലങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും പല നിർണായക മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിർണയിക്കുന്ന ഒരു ശക്തിയായ SDPI. സാറ് പറയാതെ പോയ, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു നഗരസഭയിൽ വമ്പിച്ച പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം. മീൻസ് നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭ. അപ്പോ അത്തരം മണ്ഡലങ്ങളിലൊക്കെ ആര് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നു? പ്രത്യേകിച്ച് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് അവിടെ വളരെ വളരെ ബലാബലം നടക്കുന്ന ഒരു ത്രികോണ മത്സരം വരെ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് SDPIയെ എഴുതി തള്ളേണ്ടതില്ല. ഇനി SDPI ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പരസ്യമായി കാലേക്കുട്ടി തന്നെ UDFന് പിന്തുണ കൊടുക്കുന്നതിന്റെ പിന്നിൽ ചില ട്രാപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ പലപ്പോഴും മുഖ്യധാര രാഷ്ട്രീയം കാണാത്ത ഒരു ഘടകം SDPIയെ നയിക്കുന്നുണ്ട്. SDPIക്ക് ആശയപരമായ വിത്തിട്ട് ബീജാവാപം കൊടുത്ത് വളർത്തിയെടുത്ത ഒരു മൂവ്മെന്റ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി പിൽക്കാലത്ത് വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഇപ്പൊ SDPIയുടെ കഴിഞ്ഞ കുറച്ചു കാലത്തെ രാഷ്ട്രീയം ഞാൻ നിരീക്ഷിക്കുമ്പോൾ SDPI നിൽക്കുന്നത് എപ്പോഴും വെൽഫെയർ പാർട്ടി എവിടെ നിൽക്കുന്നുവോ അതിന്റെ വിപരീത ദിശയിലാണ് അവർ നിൽക്കാറുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് SDPI പിന്തുണ കൊടുത്തപ്പോൾ UDFന് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തപ്പോൾ SDPI പരസ്യമായി LDFനെ പിന്തുണച്ചു. ഇത്തെരഞ്ഞെടുപ്പിൽ UDF ഇത്തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി നയം വ്യക്തമാക്കിയിട്ടില്ല. വെൽഫെയർ പാർട്ടി ഒരു മുന്നണിയിലും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പുതിയ സാഹചര്യത്തിൽ LDFന് കിട്ടാനാണ് സാധ്യത. വേറൊരു അപകടം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചൊരു ഘടകം സമീപകാലത്ത് വന്ന ഷാനിന്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറെ കേസുകൾ, അതുപോലെ ഇത്തരത്തിലുള്ള ഏറ്റവും ഒടുവിൽ വന്ന റിയാസ് മൗലവിയുടെ വധക്കേസിലെ വിധി ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ തുടർന്ന് BJPയും LDFും ചേർന്ന് കളിക്കുന്നു. അല്ലെങ്കിൽ ഒരു BJP LDF NDA LDF നെക്സസ് ഉണ്ട് എന്നൊരു ധാരണ വളരെ കൂടുതൽ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ അവരുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ധാരണയുടെ കൂടി ബലത്തിലായിരിക്കാം അവർ UDFന് പിന്തുണ കൊടുക്കാൻ തയ്യാറാകുന്നത്. വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷെ ഒരു ട്രാപ്പ് കൂടി ഇതിനകത്ത് ഉണ്ടാകാം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഈ കടുത്ത ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സകലമാന ചെയ്തികളും രീതികളും പുലർത്തുന്ന, അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഇവരുടെ മാതൃസംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിരോധിക്കാൻ നിവൃത്തിയില്ല. അത് ജനാധിപത്യത്തിന്റെ ഗതികേട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൽ ജയിലിൽ ഒഴികെ ജയിലിൽ പോയവർ ജയിലിലിരുന്നു. ജയിലിൽ പോകാത്ത പോപ്പുലർ ഫ്രണ്ടുകാർ പുറത്തു നിന്ന് SDPI എന്ന ലേബലിൽ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ജനാധിപത്യ പ്രവർത്തനത്തിൽ സജീവമായിട്ട് അവരുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എനിക്ക് തോന്നുന്നു, ഇവര് ഈ പിന്തുണ കൊടുത്തുകൊണ്ട് അവർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ പ്രസ്താവന കാണേണ്ടതാണ്. ഞങ്ങൾ ഇതാ UDFനെ പിന്തുണക്കുന്നു. ഇനി UDF ആണ് പറയേണ്ടത്. എന്താ അതിന്റെ അർത്ഥം? ഞങ്ങളുടെ വോട്ട് വേണ്ട എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനും അതുവഴി ആ പിന്തുണ വീണ്ടും അവർക്ക് പുനഃപരിശോധിക്കാനുള്ള സമയമുണ്ട്, സാവകാശം കിട്ടുന്നു എന്നതാണ് ഒന്ന്. അവരുടെ അങ്ങനെയൊക്കെ പറയുമ്പോഴും SDPI എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു പാർട്ടിയാണ്. അവരെ ഇതുവരെ ബാൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയല്ല. അങ്ങനെ ഒരു പാർട്ടി പിന്തുണയ്ക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് ജനാധിപത്യത്തിലെ ഗതികേടാണെന്നാണ് ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ഗതികേട് തന്നെയാണത്. കാരണം ആരാണ് PFI? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തന്നെയാണ്. അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൂടിയിരുന്ന് വേണ്ടത്ര ആലോചന നടത്തിയിട്ട് തീരുമാനിച്ച് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക, അതായത് അമ്മയെ നിരോധിക്കുകയും മക്കളെ പോറ്റുകയും ചെയ്യേണ്ടി വരിക എന്നത് ജനാധിപത്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം എന്ന് പറയുന്ന ഒരു സാങ്കേതിക ഘടകം ഉള്ളതുകൊണ്ട് നമുക്ക് സഹിച്ചേ പറ്റൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ SDPIക്ക് UDFനോ LDFനോ NDAക്കോ പിന്തുണ കൊടുത്തൂടെ എന്ന് വെച്ചാൽ കൊടുക്കാം. പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അപകടം, അപകടമാണ്. UDFനെ വലിയ ട്രാപ്പിലേക്കാണ് കൊണ്ടുപോയി ഇടുക. കാരണം VD സതീശൻ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി തീവ്രമായിട്ട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇസ്ലാമിക തീവ്രവാദികളുടെ മാത്രമല്ല ഒരു തീവ്രവാദ രാഷ്ട്രീയത്തിന്റെയും വോട്ട് വേണ്ട. VD സതീശൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും
മുസ്ലിം ലീഗിന്റെ ഒട്ടേറെ നേതാക്കന്മാർ, KM ഷാജിയെ പോലുള്ള, ഡോക്ടർ MK മുനീറിനെ പോലുള്ള നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് SDP ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട. ചില ഘട്ടങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പോലും അവർ പറയാറുണ്ട്. അവരെ ട്രാപ്പിലിടുകയാണ്. യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കടുത്ത നിലപാടിലേക്ക് മുസ്ലിം ലീഗിനെ നയിക്കുകയും അത് വരും ദിവസങ്ങളിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരും. വേറെ ഒന്നുകൂടി വരാൻ പോകുന്നത് ഒരു വലിയ അപകടം ഇതാണ്. കടുത്ത ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണ കോൺഗ്രസിന് കൊടുക്കുമ്പോൾ അതുവഴി ഒരുപക്ഷെ സെക്യുലറായ ഹിന്ദു വോട്ടുകൾ കൂടി, നമ്മൾ കാണാത്ത വോട്ടുകൾ കൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുത്താനുള്ള ഒരു തന്ത്രം കൂടി ഇതിന്റെ പിന്നിലില്ലേ എന്നും ആലോചിക്കാവുന്നതാണ്. എന്തായാലും വേണ്ടിയിരുന്നില്ല. ഞാൻ വളരെ വളരെ കൃത്യമായി ഏറ്റവും ഒടുവിലത്തെ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDFന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് LDF ഉണ്ടാക്കി കൊടുത്ത ആന്റി ഇൻകംബൻസി ഫാക്ടർ, ഭരണവിരുദ്ധമായ അതിഭീകരമായ തരംഗം നിലനിൽക്കുമ്പോൾ വേണ്ടിയിരുന്നില്ല ഈ ഭീകരവാദികളുടെ പിന്തുണ. ഓക്കെ, ശ്രീ അഞ്ജു പാർവതി പ്രബീഷ്, AP അഹമ്മദ് പറഞ്ഞത് ജനാധിപത്യത്തിലെ ഗതികേടാണ് SDPIക്ക് ഇത്തരം പിന്തുണകൾ കൊടുക്കേണ്ടി വരുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തില് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞത് കേവലം വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യസുരക്ഷയെ കോംപ്രമൈസ് ചെയ്യുകയാണ് കോൺഗ്രസ് എന്നാണ്. തീർച്ചയായും അഹമ്മദ് സർ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് 100% യോജിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ജനാധിപത്യത്തിന്റെ ഒരു ഗതികേട് തന്നെയാണ്. കാരണം നമുക്ക് SDPI രാഷ്ട്രീയ അംഗീകൃത പാർട്ടി എന്ന് പറയുമ്പോഴും നമുക്ക് PFI എന്താണ് അത് നമുക്ക് അങ്ങനെ ഒരു ചർച്ച ചെയ്യാതെ നമുക്ക് ഈ ചർച്ച എന്താണ് പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. PFI അവർ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കുകയും സത്യം പറഞ്ഞാൽ ഈ പിന്തുണ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കേണ്ടത്. അതൊരു പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്തുണ കൊണ്ട് ശരിക്കും പറഞ്ഞാല് കോൺഗ്രസ് ആപ്പിലായിരിക്കുകയാണെന്ന് തന്നെ പറയാം. പക്ഷെ കോൺഗ്രസിന് തീർച്ചയായും വ്യക്തമായിട്ടും VD സതീശൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടു. അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറയാമായിരുന്നു ഞങ്ങൾക്ക് SDPIയുടെ ഈ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. കാരണം ആ ഒരു അവസരം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ചർച്ചയിൽ സംസാരിക്കേണ്ട മറ്റൊരു വിഷയം, SDPI കൊന്നു കളഞ്ഞ പുന്നയിൽ നൌഷാദ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, അദ്ദേഹം ചാവക്കാട് യൂത്ത് ലീഗിന്റെ ഒക്കെ മണ്ഡലം പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു രക്തസാക്ഷി, നമ്മൾ അത് എപ്പോഴും ആലോചിക്കണം. എനിക്ക് പലപ്പോഴും ഒരു സാമൂഹിക നിരീക്ഷകൻ എന്നുള്ള രീതിയിലൊക്കെ കടുത്ത വിയോജിപ്പ് രാഷ്ട്രീയ കക്ഷികളോട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരാളെ അടുത്ത പ്രസ്ഥാനത്തിലുള്ളവർ കൊന്നു കളയുമ്പോൾ ശരിക്കും അവര് രക്തസാക്ഷിയാണ്. ആ പ്രസ്ഥാനത്തിലുള്ളവർ അവരെ മറന്നു കളയല്ല ചെയ്യേണ്ടത്. ആ ഒരു രക്തസാക്ഷിത്വത്തെ എന്നും നന്ദിയോടുകൂടി ഓർക്കേണ്ടതാണ്. ഇവിടെ എന്താ വെച്ചത്, PK ഫിറോസ് ഈ ഒരു നമുക്കറിയാം ആ ഒരു പുന്നയിൽ നൌഷാദ് വധത്തില് കോൺഗ്രസ് നേതാക്കന്മാര് ഈ SDPIയെ ശക്തമായിട്ട് അപലപിച്ചിട്ട് ഈ VD സതീശൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ വോട്ടേ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം വളരെ സങ്കടകരമായ ഒരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാല് വോട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന അമേദ്യത്തിന് മേലെ പറന്ന് കളിക്കുന്ന മണിയനീച്ചകളാണ് ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ. ആ ഒരു വസ്തുത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് മറ്റൊന്ന്, നമുക്കറിയാം SDP അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പം ഇവരെ ഊട്ടി വളർത്തിയ ഒരു പ്രസ്ഥാനമുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോൾ ജോസഫ് മാഷിനെ വിസ്മരിക്കാൻ പറ്റുന്നതല്ല. ഈ ജോസഫ് മാഷിനെ കൈവെട്ടി മുറിച്ച ആ കേസിലെ 1-ാം പ്രതി ഈ കേരളത്തില് 13ഓളം വർഷം ഒളിവിൽ താമസിച്ചിരുന്നത് പാർട്ടിയുടെ ഏറ്റവും സജീവമായിട്ട് പാർട്ടിക്ക് എന്താ പറയാ ഇടപെടലുകളുള്ള ഒരു ഏരിയയിലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും സജീവം മേലാളിത്തമുള്ള ഒരു സ്ഥലത്ത് സവാദിനെ പോലെ ഒരു മനുഷ്യൻ ഇത്രയും വർഷം ഒളിച്ചു താമസിക്കുക എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഒരു പോയിന്റ് ആണ്. ഇതൊക്കെ ചർച്ചയിൽ വരേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇപ്പോ UDFനോട് ഇത് ഈ ഒരു പ്രതിസന്ധി കൊണ്ട് മറ്റൊരു കാര്യം അഹമ്മദ് സാർ പറഞ്ഞു, ഹിന്ദു വോട്ടുകൾ ഇപ്പുറത്തേക്ക് പറയും. അതിനൊപ്പം തന്നെ നോക്കേണ്ട മറ്റൊന്ന് ക്രൈസ്തവ വോട്ടുകൾ. ഈ അവലും മലരും കുന്തിരിക്കവും എന്നുള്ളൊരു മുദ്രാവാക്യം ഹിന്ദുക്കളെ മാത്രമല്ല, അത് ഒരുപാട് ക്രൈസ്തവരെ വല്ലാതെ നോവിച്ചൊരു വിഷയമാണ്. നമുക്കറിയാം നമ്മൾ ഈ ഒരു പലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ രണ്ട് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾക്ക് ആ ഒരു വിഷയത്തെക്കാൾ ഉപരി നമ്മുടെ കേരളത്തിൽ ചർച്ച പോകുമ്പോൾ ഹമാസ് എന്നുള്ളൊരു തീവ്രവാദ സംഘടനയെ തലോടിക്കൊണ്ട് അത് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറയാതെ അങ്ങനെ പറയാൻ പോലും മടിക്കുന്ന കാര്യങ്ങളുണ്ട്. സൗമ്യ, ആ ഒരു ഇസ്രായേലിൽ മരണപ്പെട്ട സൗമ്യയുടെ വിഷയമൊക്കെ വന്നപ്പോ ഹമാസ് കൊന്നു, അങ്ങനെ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്, അങ്ങനെ പറയാൻ ഭയമാണ്.
എന്തിനാ ഭയമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പല രീതിയിലും പ്രീണിപ്പിക്കുന്ന ഒരു പ്രീണന നയം കൊണ്ടുപോകുന്ന ഇടത് വലത് രാഷ്ട്രീയം. ഇപ്പൊ ഇത് തീർച്ചയായിട്ടും BJP ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് തന്നെ എടുക്കും. കാരണം ഒരിക്കലും ഇനിയിപ്പോ BJP-നെ കോൺഗ്രസിന് പറയാൻ പറ്റില്ലല്ലോ, ഇന്റർനാഷണൽ കോൺഗ്രസിന് പറയാൻ പറ്റില്ല നിങ്ങൾ വർഗീയ പാർട്ടി 100%, നിങ്ങൾ മറ്റ് വർഗീയ പാർട്ടി AHP പോലെ അല്ലെങ്കിൽ ബജ്രംഗ് ദൾ ഇങ്ങനെയുള്ള പിന്തുണയിൽ നിൽക്കുന്ന വർഗീയ പാർട്ടിയാണ് നിങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് കാണിക്കാം. നിങ്ങൾ SDPI പോലൊരു തീവ്രവാദ സംഘടന പരസ്യ പ്രസ്താവന തന്നിട്ട് അത് വേണ്ടെന്ന് പറയാനൊരു നട്ടലില്ലാത്ത സംഘടനയല്ലേ INC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരവില്ല. അപ്പോ ഇത് വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഈ പൊളിറ്റിക്കൽ അജണ്ടയില് ശരിക്കും പറഞ്ഞാൽ തല കൊണ്ട് വെച്ചുപോയി കോൺഗ്രസ് എന്നേ പറയും. പക്ഷെ സമയമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു കൾച്ചർ ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു അലയൻസ് ഒക്കെ വരുമ്പോഴാണല്ലോ അവർ പല പ്രശ്നങ്ങളിലേക്കും ചെല്ലുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രം മതി. അഹമ്മദ് സാർ പറഞ്ഞ പോലെ ലീഗിനെയും ഒക്കെ അങ്ങനെ ഞങ്ങൾക്ക് രാഷ്ട്രീയ വർഗീയ പാർട്ടികളുടെ ഒരു വോട്ടും വേണ്ട, SDPയുടെ ഈ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പ്രസ്താവിക്കാതിരിക്കുന്നിടത്തോളം കാലം എന്താ പറയാ, ഇദ്ദേഹം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മേലെ അടയിരിക്കുന്ന ഒരു മണിയനീച്ച തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അശോക് കർത്ത സാറേ, ഇപ്പം ഈ ഒരു വിഷയം SDPIയുടെ ഈ ഒരു പിന്തുണ ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഇപ്പൊ കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിൽ അമിത്ഷാ അടക്കം ഈ കാര്യം ഇപ്പോൾ എടുത്ത് ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ പരമാധികാരത്തിൽ കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല, വർഗീയ ശക്തികളെ എക്കാലവും പിന്തുണച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് വലിയ രീതിയിൽ ചർച്ചയായപ്പെട്ട ഒരു മർദ്ദന ഇതായിരുന്നു. അതോടൊപ്പം തന്നെ അതിലുള്ള പ്രതികളെയൊക്കെ കൃത്യമായിട്ട് ഇപ്പോ പിടിച്ചു കഴിയുകയും ചെയ്തു. ഇതിലൊക്കെ ആരാണ് പ്രതികളൊക്കെ മുഴുവനും SDPIയും പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് പ്രതികൾ. അപ്പം ഈ SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ നമുക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ട് അവരെ കാണാൻ പറ്റൂ. കാരണം വലിയ രീതിയിലുള്ള ഒരു കൊലവിളി പ്രസംഗം നമ്മുടെ കേരള മണ്ണില് ഉയർത്തിയ ഒരു പാർട്ടിയാണ് PFI. അങ്ങനെ ഒരു വർഗീയ ശക്തിയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. അപ്പൊ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ അവര് പിന്തുണ നൽകുന്നു എന്ന് പറയും. SDPIയുടെ വർഗീയ മുഖം ചൂണ്ടിക്കാണിച്ചിട്ട് അഞ്ജു കോൺഗ്രസിന് ചുവപ്പ് പരിവാദാനി വരിക്കുകയാണോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം SDPI വർഗീയ കക്ഷിയാണ്, നിങ്ങൾ SDPI എന്താ SDPI വർഗീയ കക്ഷിയാണ്, ചുവപ്പ് പരിവാദാനി എന്റെ ഒരു സംശയം. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നാണ് കോൺഗ്രസ്സുകാർ അതിലേക്ക് ചേക്കാതിരുന്നത്. നിങ്ങൾ SDPI പോലെയുള്ള ഒരു മതകക്ഷിയായിട്ട് യോജിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ കൂടെയും പോരാമല്ലോ എന്നുള്ളൊരു സൂചന ഇല്ലേ എന്നാണ് എൻ്റെ ഒരു ന്യായമായ സംശയം. ഞാൻ പക്ഷെ അതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് അതൊന്നുമല്ല. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ വോട്ട് ചെയ്യുന്ന പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആരെന്തൊക്കെ ഭാവനകൾ പ്രചരിപ്പിച്ചാലും അത് ഫലപ്രദമാകാറില്ല. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമല്ല, അടിയന്തരാവസ്ഥ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും UDF നേടി. CPM നേതൃത്വത്തിലുള്ള ഇടത് പ്രതിപക്ഷ മുന്നണിക്ക് ഒരു സീറ്റ് നേടാനായില്ല. ഇതിനെ മാധ്യമപ്രവർത്തകരും ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിശദീകരിച്ചത് ഇന്ത്യ നിൽക്കുന്നതിനെതിരായിട്ടാണ് കേരളത്തിൻ്റെ നിലപാടെന്നാണ്. എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം ആ സമയത്ത് 1977 പ്രമുഖ പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് CPM ആണ്. അതിനോടൊപ്പം തന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, പിന്നെ അല്ലറ RSPകൾ, PSP അതുപോലുള്ള ചെറുകിട കക്ഷികൾ, പിന്നെ അന്നേരം പുറത്തു വന്ന സോഷ്യലിസ്റ്റുകളുടെ ജനതാ പാർട്ടി, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് മത്സരിച്ചത്. CPMന്റെ ഒരു വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 23 to 27% ആണ്. 27% വരെയാണ് അവരുടെ സ്വന്തം വോട്ടുള്ളത്. ആ വോട്ടിൻ്റെ അകത്ത് കാര്യമായ മാറ്റമൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ഇതില് ഈ 27% വോട്ട് കൊണ്ട് അന്ന് CPI, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടങ്ങിയ കേരള കോൺഗ്രസ് ഒക്കെ ഉണ്ടായിരുന്ന UDF മുന്നണിയെ അതിജീവിക്കാൻ പറ്റില്ല.
ഇത് നൽകുന്ന ചിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ വോട്ട് അത് രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, ഇഷ്യൂസിനെ നോക്കുന്ന ഒരു വിഷയമുണ്ട്. അങ്ങനെ ഒരു സാധ്യത വെച്ച് പോലും SDPIക്ക് കോൺഗ്രസിന് ഒരു സഹായവും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് SDPI ചാരിയത് കൊണ്ട് ഹിന്ദു വോട്ട് മറിയും എന്നുള്ള പ്രതീക്ഷയാണ് അതിൻ്റെ അകത്തുള്ളത്. അതൊരു ദുഷ്ടലാക്കായിട്ടാണ് എനിക്ക് അശോക് തോന്നിയത്. സാർ, ഒരു മതേതര ഞാനൊന്ന് പറഞ്ഞു ഒന്ന് ഇടപെടുകയാണ് സാറേ. പക്ഷെ ആയിക്കോട്ടെ. എന്തുകൊണ്ട് കോൺഗ്രസിന് യാതൊരു ലാഭവും ഉണ്ടാവില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഇല്ല അവരുടെ ഇല്ല വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല? ഇന്ത്യൻ പൗരന്മാരുടെ ആരുടെ വോട്ടും വേണ്ട എന്ന് ഒരു പാർട്ടിയും പറയില്ല, പറയാനും പറ്റില്ല. നേരത്തെ അഹമ്മദ് സാർ പറഞ്ഞതുപോലെ കേരളത്തിലെ പലവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ SDPIയുടെ സഹായത്തോടു കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരെണ്ണത്തിന്റെ എന്താണ് ചെയർമാൻ എന്ന് പറയുന്നത് എൻ്റെ സ്നേഹിതൻ തന്നെയാണ്. അത് ആ വിഷയത്തിൽ അത് പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില നീക്കുപോക്കുകളിൽ വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മളിത് പരിഗണിക്കേണ്ട കാര്യം SDPIക്ക് എന്ത് പൊളിറ്റിക്കൽ ഫോഴ്സ് ഇതിൻ്റെ അകത്ത് ചെലുത്താൻ പറ്റുന്നുള്ളതാണ്. വേറെ രണ്ട് പാർട്ടികളുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടിയാണ്. അത് എങ്ങുമില്ല, കാരണം അതിന് ഇതുപോലൊരു ക്ലൗട്ട് കൊടുക്കാൻ നമുക്കില്ല. അതുപോലെ SUCI ഉണ്ട്, എത്രയോ കൊല്ലമായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അവർക്ക് വോട്ട് ഷെയർ ഇല്ല. അവർ പിന്നെ ഇതിൽ ഫോർവേഡ് ബ്ലോക്ക് ആണെങ്കിൽ കേരളത്തിൽ UDFന്റെ കൂടാണ് ഇപ്പം എന്നാണ് എൻ്റെ വിശ്വാസം. ദേവരാജൻ അതിൻ്റെ UDFൽ അംഗമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വോട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം SDPIക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വോട്ടുകളില്ല. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നല്ല ഒരു പാർട്ടിക്കും ആരെങ്കിലും വോട്ട് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോട്ട് തരാമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല, പിന്തുണ എന്നാണ് പറഞ്ഞേക്കുന്നത്. വോട്ട് കൊടുക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം, അത് വേറെ കാര്യം. പക്ഷെ പരസ്യ പിന്തുണയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം സർ. ആ ഒരു പിന്തുണ, വോട്ട് തരാം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതൊരു പരസ്യ പ്രസ്താവന തന്നെയല്ലേ, വോട്ട് തരാം എന്നാണ്. പക്ഷെ കൊടുക്കില്ല, കാരണം നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അല്ല അഞ്ചു, പറയൂ അഞ്ചു, അവര് പിന്തുണ കോൺഗ്രസ്, അതായത് ഇന്ത്യ സഖ്യവുമായിട്ട് സഹകരിക്കുന്ന ഒരു പാർട്ടിയാണ് SDPI. അവര് ഇന്ത്യ സഖ്യവും കോൺഗ്രസും CPM ഒക്കെ നയിക്കുന്ന സമരങ്ങളിൽ അവർ പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഇഷ്യൂവിൻ്റെ അകത്ത് അവര് ഇവിടെ കേരളത്തില് അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്ന് പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും ഭാഗത്തിൽ എന്താ പറഞ്ഞു ഈ SDPI എന്ന് പറയുന്ന പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണെന്ന് സാർ അംഗീകരിക്കുന്നുണ്ടോ കൃത്യമായിട്ട്? ഇല്ല, നമുക്ക് ടെക്നിക്കലി അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനാണെങ്കിൽ BJP ഒരു വർഗീയ പാർട്ടിയാണെന്ന് അംഗീകരിക്കേണ്ടി വരില്ലേ? അതല്ല അതിൻ്റെ അകത്തെ വിഷയം. നമ്മൾ നോക്കുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞത് കാര്യം ഇതാണ്, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നോക്കുമ്പോൾ നരേന്ദ്രമോദി പാർലമെന്റിന്റെ ഓടിളക്കി ഇറങ്ങിയ ആളല്ല. അദ്ദേഹം ജനത്തിന്റെ വോട്ട് മേടിച്ച് ആ പാർട്ടി ഭൂരിപക്ഷം നേടിയിട്ട് പ്രധാനമന്ത്രിയായ ആളാണ്. സോഷ്യൽ മീഡിയയിൽ ഞാനിത് പലവട്ടം എഴുതുകയും പുരോഗമനവാദികളായ പലരും അതിനെതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുരോഗമനവാദികളെ SDPI മതകക്ഷിയാണെന്ന് പറയുമ്പോൾ അവരുടെ മതേതരത്വം എവിടെ പോയി എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ അഹമ്മദ് മാഷേ, കർത്ത സാറ് പറയുന്നത് SDPIക്ക് അധികം ഒന്നും വോട്ടില്ല, പിന്നെ എങ്ങനെയാണ് അവർ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ചെലുത്തുക എന്നാണ് പറയുന്നത്. SDPI ഒരു വർഗീയ പാർട്ടിയാണെങ്കിൽ BJPയും വർഗീയ പാർട്ടിയല്ലേ എന്നാണ് സാർ ചോദിക്കുന്നത്. സാറിനോട് ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അശോക് സാറ് പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് വിയോജിക്കേണ്ടതുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും 70കളിൽ ജീവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു പരാതി. 70കളിൽ നിന്ന് അതിവേഗത്തിലാണ് സാർ നമ്മുടെ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിന്റെ ഡെമോഗ്രാഫിക്കലി, സോഷ്യലി, പൊളിറ്റിക്കലി ഒക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മിക്കവാറും നമ്മുടെ സമൂഹം
പൊളിറ്റിക്കലി ഡിവൈഡഡ് ആകുന്നതിനേക്കാൾ ആവേശത്തോടെ മൗലികമായി ഇപ്പൊ കമ്മ്യൂണലി ഡിവൈഡഡ് ആണ്. സാർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഏറെക്കുറെ എല്ലാ സെക്കുലർ പാർട്ടികൾക്കകത്തും കമ്മ്യൂണലി ഡിവൈഡഡ് ആണ് ആളുകൾ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, SDPI എന്ന് പറയുന്നത് സാർ അങ്ങനെ അങ്ങനെ ഒരു നിരുപദ്രവമായ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ട് തള്ളിക്കളയാവുന്ന ഒന്നല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് വോട്ടില്ല എന്ന് പറയുന്നത് പോലും തെറ്റിദ്ധാരണയാണ്. നമ്മുടെ എത്രയോ നിയമസഭാ മണ്ഡലങ്ങളുടെ വിജയപരാജയത്തിൽ അവർ നിർണായകമായിരുന്നു. ഇപ്പൊ വലിയ വർത്തമാനം പറയുന്ന PC ജോർജ് ഒക്കെ ഒരു കാലത്ത് ആരുടെ പിൻബലത്തിലാണ് ജയിച്ചു വന്നത്, ആരായിരുന്നു അദ്ദേഹത്തിന്റെ കമാൻഡോസ് ആയിട്ട് പ്രവർത്തിച്ചതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പറയുന്നത്, ഇവർക്ക് വോട്ടില്ല എന്ന് പറയുന്നത് വലിയ അപകടമാണ്. അവർക്ക് സൈലന്റ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് വലിയ തോതിലുണ്ട്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ കുറെ കാലമായി അബ്ദുൽ നാസർ മഅദനി ഏതാണ്ട് വിശ്രമത്തിലേക്ക് പോയതോടുകൂടി ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും തീവ്രമായ ഇസ്ലാമിക മൗലികവാദ പ്രവർത്തനങ്ങളൊക്കെ, ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ SDPI ആണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുഴുവൻ ഒരു സൈലന്റ് ആയ കോർഡിനേറ്റർ ആയിട്ട് SDPI പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന നേതാക്കൾ പോലും PFI അതിന്റെ ഒരു കോർഡിനേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ കാണാത്ത തരത്തിലുള്ള സ്ഥാപനങ്ങൾ, മൂവ്മെന്റുകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ചലനങ്ങൾ, നീക്കങ്ങൾ, പരിപാടികളൊക്കെ അവർക്കുണ്ട്. ഒന്ന്, ഇതിന്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ നിർണ്ണയിക്കുന്നതിൽ ഈ ഇസ്ലാമിക മൗലികവാദ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവരുടെ നിലപാട് അവര് സമൂഹത്തിൽ നമ്മൾ അറിയാതെ പ്രചരിപ്പിച്ചതിന്റെ അംശങ്ങൾ പല ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള സെക്കുലർ പാർട്ടികളുടെ നിലപാട് രൂപീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആരാണ് ഉടമസ്ഥത എന്നതിനേക്കാളേറെ ഇപ്പോ മാധ്യമം എന്നൊരു പത്രം മലയാളത്തിന്റെ പൊതുസമൂഹത്തിൽ ചെലുത്തിയൊരു സ്വാധീനമുണ്ട്. ഇന്ന് കേരളീയ സമൂഹത്തെ ഇത്രയേറെ കമ്മ്യൂണൽവൽക്കരിക്കുന്നതിൽ, വർഗീയതക്കും ഭീകരവാദത്തിനും അനുകൂലമായി ചിന്തിപ്പിക്കുന്നതിൽ കേരളത്തിൽ ഇപ്പോ മീഡിയ വൺ എന്നൊരു ചാനൽ വഹിക്കുന്ന പങ്കിന്റെ ഒരു 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 അംശം, അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരത്തില് SDPI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന് എത്ര വോട്ടുണ്ട് അല്ല സർ. ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിലെ അബ്ദുൽ നാസർ മഅദനിയുടെ ഒരു ചെറിയ കാലം, ആ ക്ഷിപ്രകാലത്തെ അദ്ദേഹത്തിന്റെ ആവേശവും പൊട്ടിത്തെറിയും മാറ്റി നിർത്തിയാൽ, വളരെ ആസൂത്രിതമായി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയുടെ, ഭീകരവാദത്തിന്റെ ഒരു ആണിക്കല്ലായി വർത്തിക്കുന്നത്, യഥാർത്ഥ അതിന്റെ ന്യൂക്ലിയസ് ആയി വർത്തിക്കുന്നത് SDPI ആണ്. അത് കാണാൻ നമുക്ക് കഴിയണം. PFI ആണ് എങ്കിൽ പോലും PFI നിരോധിച്ചപ്പോഴും PFIക്കാർക്ക് മുഴുവനും കൊടി പിടിച്ച് SDPI ആയിട്ട് പ്രവർത്തിക്കാൻ. പിന്നെ സാറ് പറഞ്ഞല്ലോ, ഇപ്പോ BJPയും രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ പ്രശ്നം, ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞതിൽ തന്നെ അതിന് ഉത്തരവുണ്ട്. BJP നേതാക്കന്മാർ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തെ 303 സീറ്റോടുകൂടി പാർലമെന്റിൽ ജയിച്ചു വന്ന് ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന്റെ അണികൾ എന്ത് അബദ്ധം കാണിച്ചാലും, എപ്പോഴെങ്കിലും ഒക്കെ അക്രമം ഉണ്ടെങ്കിൽ പോലും അതിവേഗത്തിൽ അത് അവർക്ക് തള്ളിപ്പറയുകയും അവർക്ക് നിലക്ക് നിർത്തുകയും അടിച്ചമർത്തേണ്ടി വരുന്നത് അവർ അക്കൗണ്ടബിൾ ആയതുകൊണ്ടാണ്. SDPIയുടെ കാര്യത്തിലുള്ള അപകടം സാറ് പറഞ്ഞതിൽ തന്നെ ഉണ്ട്. അവർക്ക് വോട്ടില്ലല്ലോ, അവരെവിടെയും ഭരിക്കുന്നതല്ലല്ലോ, അപൂർവമായിട്ടല്ലേ ഒരു മുനിസിപ്പാലിറ്റിയിലല്ലേ ഭരിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അപകടമുണ്ട്. ഒരു തീവ്ര പ്രസ്ഥാനം, ഒരു ഭീകരവാദ പ്രസ്ഥാനം അക്കൗണ്ടബിൾ ആകുമ്പോൾ ഡെമോക്രാറ്റിക്കലി നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റും, തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് മാറ്റി നിർത്താൻ പറ്റും. അതുകൊണ്ട് അവർക്ക് ആരോടും മറുപടി പറയാതെ ജോസഫ് സാറിന്റെ കൈവെട്ടാൻ പോകാൻ പറ്റും. എന്നിട്ട് ഇപ്പൊ നേരത്തെ അഞ്ജു മാഡം പറഞ്ഞത് എത്ര കൃത്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് കാര്യങ്ങൾ ആണ് യഥാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത്. ജോസഫ് സാറിന്റെ കൈവെട്ടി എന്നുള്ളത് മാത്രമല്ല, അനാവശ്യമായി ഒരിക്കൽ പോലും ഒരു മതത്തെയും നോവിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരു പാവം മനുഷ്യനെയാണ് ഇത്ര വലിയ ഭീകരനാക്കി ചിത്രീകരിച്ചിട്ട് നടത്തിയ പ്രചാരണം അതിഭീകരമാണ്. എന്നിട്ടാണ് കൊന്നത്. ഈ കൊന്നതിന് ശേഷം നടന്ന ആദ്യത്തെ ഞെട്ടിക്കുന്ന സംഭവം എന്താണെന്നറിയോ? ആലുവക്കടുത്ത് ആ കേസിലെ പ്രതിയായ ഒരാള് ജയിലിൽ കിടന്നുകൊണ്ട്, വിചാരണ നടക്കുമ്പോ വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹം മത്സരിച്ചിരുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ആലോചിച്ചു നോക്കൂ. ജനങ്ങളുടെ പിന്തുണ ഉണ്ടോ? അതോ SDPI നടത്തുന്ന കാര്യങ്ങൾക്ക്, പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന കാര്യങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുന്നുണ്ടോ? അങ്ങനെയല്ല എന്നാണ് ധരിക്കേണ്ടത്. ഒന്ന്, ആ കേസിൽ പ്രതിയായിരിക്കും, പിന്നീട് അദ്ദേഹത്തെ വേണ്ടത്ര തെളിവുകളില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി വെറുതെ വിട്ടു. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ജയിലിൽ കിടന്ന് ജയിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ അഞ്ജു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വടക്കേ മലബാറില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ആ കേസിലെ ഒന്നാം പ്രതി 16 എത്ര വർഷമാണ് സുരക്ഷിതനായിട്ട് കഴിഞ്ഞുകൂടിയത്. അപ്പൊ ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ട്.
അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ഭീഷണിയെ കൂടി വേണം നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ. അല്ലാതെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരിപ്പോ ഏതൊക്കെ മണ്ഡലത്തിൽ ജയിക്കും തോൽക്കും എന്നതല്ല. അങ്ങനെ ഒരു പാർട്ടിയോട് ഇങ്ങനെ ഒരു പാർട്ടിയോട് കോൺഗ്രസ് പോലെ ഇന്ത്യയില് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. ആരായാലും ഇപ്പോ 303 സീറ്റുള്ള BJP ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്ന 400 സീറ്റാണ്. 400 സീറ്റ് അതെ. ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 362 സീറ്റ് ആയാൽ കേവല ഭൂരിപക്ഷമായി, മീൻസ് 3/2 ഭൂരിപക്ഷമായി. 3/2 ഓക്കെ. ഭൂരിപക്ഷത്തെക്കാൾ കൂടിയ മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി ആര് അധികാരത്തിൽ വരുന്നതും ജനാധിപത്യത്തിന് നല്ലതല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രതിപക്ഷം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ പ്രതിപക്ഷം ഉണ്ടാവണമെങ്കിലും പ്രധാനപ്പെട്ട ഒരു നയമുണ്ട്. പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴും ആരെയും കൂട്ടിച്ചേർത്ത് കയ്യിൽ കിട്ടുന്ന എല്ലാ മൂർഖൻ പാമ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കരുത്. ഇന്ത്യ മുന്നണിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആണല്ലോ SDPI എന്നാണ് സാറിന്റെ ന്യായം. ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യ മുന്നണിയിൽ ശരി, ഇത്തരക്കാരെ ചേർക്കാൻ പാടില്ല. അതാണ് വ്യക്തമാണ് പ്രധാനപ്പെട്ട ഒരു വ്യക്തമാണ്. കാര്യം. കറുത്ത സാറ് പറഞ്ഞത് SDPIക്ക് കൃത്യമായ വോട്ടില്ല, പിന്നെ അവരെന്ത് സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്. പക്ഷെ അഹമ്മദ് സാറിന് അത് നൽകിയ പ്രതികരണം എന്ന് പറയുന്നത് മത വർഗീയ ഇസ്ലാമിക ശക്തികൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പം SDPI പിന്തുണ നൽകുന്നത് നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിയിൽ SDPI ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം, നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പും ഈ പൊളിറ്റിക്കൽ സീനറിയും ഒക്കെ മാറ്റി കഴിഞ്ഞിട്ട് സോഷ്യലി നോക്കി കഴിയുമ്പോൾ ഈ SDPI എന്ന് പറഞ്ഞൊരു സംഘടന, രാഷ്ട്രീയമൊക്കെ മാറി നിൽക്കട്ടെ, ഈ പൊതുസമൂഹത്തിൽ നടത്തിയിട്ടുള്ള ഭീഷണി എത്രത്തോളം വലുതാണെന്നുള്ളതിനാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ജോസഫ് മാഷിന് ഒരു പൊളിറ്റിക്സും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു ചോദ്യ പേപ്പറിൽ ഒരു പേര് ഉദ്ധരിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം ജീവിതം മുഴുവൻ അതിന് മറുപടി കൊടുത്ത് ജീവിക്കേണ്ടി വന്നു. പൊതുസമൂഹം ഇന്നും ഭീഷണിയോട് കാണുകയാണ്. രാഷ്ട്രീയമില്ലാത്തവർക്ക് എല്ലാവരും, അത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പ്രബുദ്ധരാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് രാഷ്ട്രീയത്തിന്റെ അടിമകളല്ലാത്ത മനുഷ്യർക്ക് ഇന്നും ജോസഫ് മാഷ് എന്ന് പറയുന്നത് ഒരു തീരാ നോവാണ്. ആ തീരാ നോവിനൊരു കാരണം അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആത്മഹത്യ? അദ്ദേഹം ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം, ഈ SDPI ഒരു രാഷ്ട്രീയ പാർട്ടി ഉപരി ഒരു സ്ലീപ്പർ സെല്ലായിട്ട് പ്രവർത്തിക്കുകയാണ്. പിന്നീട് ഇതിന് ഇവരെ ശരിക്കും പറഞ്ഞാല് കേരളത്തില് നമ്മളെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളർത്തിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ്. സമയക്കുറവുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. SDPI ഒരു സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുകയാണ്. കറുത്ത സാറേ, പ്രതികരണം. SDPI സ്ലീപ്പർ സെല്ലായിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്ന കാര്യത്തിനോട് ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാണ് അഹമ്മദ് സാർ പറഞ്ഞ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് തന്നെ പറയാനുണ്ടായിരുന്നു. അതായത് മദനിയുടെ പതനത്തിന് ശേഷം ആ ആശയഗതിയുള്ളവരെല്ലാം പല പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അത് വാസ്തവമാണ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരു പാർട്ടി SDPI എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് കോൺഗ്രസിന് പിന്തുണ കൊടുക്കാം എന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയത്തിലെ എന്ത് സംഭവിക്കാവുന്ന കാര്യമാണ്. അവസരങ്ങളുടെ കലയാണ് ഈ സംഗതി. അതുകൊണ്ട് എന്ത് സംഭവിക്കാം. പിന്നെ അഞ്ജു പറഞ്ഞ സംഗതി, അതായത് ക്രിമിനലൈസേഷന് ഏറ്റവും വലിയ കവറേജ് കൊടുക്കുന്ന അത് രാഷ്ട്രീയ പാർട്ടികളാണ്. SDPI മാത്രമല്ല, എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും അത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് അതിനെ പൊളിറ്റിക്കൽ വ്യൂവിൽ കാണാതെ, അത് സ്വാതന്ത്ര്യ സമരകാലത്ത് തുടങ്ങിയതാണ്. ഗാന്ധി പറഞ്ഞതാണ് അതിനെ പൊളിറ്റിക്കലായിട്ട്. അദ്ദേഹം ആക്രമണം നടത്തിയിട്ടില്ല. ആക്രമണം നടത്തുമ്പോൾ പൊളിറ്റിക്കലായിട്ട് കാണാൻ തുടങ്ങിയത് അന്നാണ്. സ്വതന്ത്ര ഭാരതത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ക്രിമിനൽ ആക്ട് ആയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ടിവിറ്റികൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. ഓക്കെ, വ്യക്തമാണ്. അപ്പം SDPIയുടെ കോൺഗ്രസ് നൽകുന്ന ഈ പിന്തുണ വലിയ രീതിയിലുള്ള ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അമിത്ഷാ അടക്കം കർണാടകയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ BJPയും അതോടൊപ്പം തന്നെ LDFും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. SDPIക്ക് എല്ലാ രീതിയിലും ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ നിലവിൽ നിയമം അനുവദിക്കുന്നുണ്ട്. അവർക്ക് ആർക്ക് വേണമെങ്കിലും പിന്തുണ നൽകാനും നിയമം അനുമതി നൽകുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായി SDPI ഈ പൊതുമണ്ഡലത്തിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ഒരു ക്ലീൻ ചിറ്റ് അല്ല നൽകുന്നത്. SDPI ഒരു വർഗീയ പാർട്ടിയാണെന്ന അഭിപ്രായം വലിയ രീതിയിൽ വ്യാപകമായി നമ്മളെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് SDPIയുടെ ഈ പിന്തുണ, കോൺഗ്രസിന് നൽകുന്ന ഈ പിന്തുണ വലിയ രീതിയിലുള്ള വിവാദങ്ങളാവുന്നത്.
ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു ചർച്ചയിൽ കാണാം. ബൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.